Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics steady state radial heat conduction without heat generation through a hollow sphere, then heat transfer through concentric spheres. First one, steady state radial heat conduction without heat generation through a hollow sphere. ഓൾറെഡി നമ്മൾ പ്ലെയിൻ വാളിലൂടെയുള്ള ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ അതേപോലെ സിലിണ്ടറിലൂടെയുള്ള റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ ഇത് രണ്ടും ഡിറൈവ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്ഫിയറിലൂടെയുള്ള റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ എ ഹോളോ സ്ഫിയർ ഹാവിങ് ഇന്നർ റേഡിയസ് R1 ആൻഡ് ഔട്ടർ റേഡിയസ് R2. ഇവിടെ ഞാൻ ഒരു ഹോളോ സ്ഫിയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്നർ റേഡിയസ് R1 ആണ്, അതേപോലെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് R2 ആണ്. ഓക്കെ, ഇവിടെയാണ് മെറ്റീരിയൽ സോളിഡ് ബോഡി വരുന്നത്. അതേപോലെ ആ റേഡിയസ് R1 വരുന്ന ആ ഇന്നർ സർഫസിൻ്റെ ടെമ്പറേച്ചർ യൂണിഫോം ടെമ്പറേച്ചറാണ്, അത് T1 ആണ്. അതേപോലെ ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതായത് റേഡിയസ് വാല്യൂ R2 വരുന്നിടത്തെ ടെമ്പറേച്ചർ T2 ആണ്. ദ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് റേഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ without heat generation can be written as d by dr of r square dt by dr is equal to 0. ഓൾറെഡി നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഡിറൈവ് ആയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ഇക്വേഷൻ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ആ ജനറൽ ഇക്വേഷന് ഹീറ്റ് ജനറേഷൻ ഇല്ല, അതേപോലെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്, റേഡിയൽ ഡയറക്ഷനിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളൂ. ഓക്കെ, ആ ഒരു കണ്ടീഷനിലോട്ട് റെഡ്യൂസ് ചെയ്ത ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ സ്ഫിയറിലുള്ള ഏതൊരു റേഡിയസിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഹോളോ സ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് റേഡിയസ് വാല്യൂ R1 വരുന്ന സമയത്തിൽ ടെമ്പറേച്ചർ T1 ആണെന്നറിയാം, R2 വരുന്ന സമയത്തിൽ ടെമ്പറേച്ചർ T2 എന്നറിയാം. ഈ ഇൻ ബിറ്റ്വീൻ R1 ആൻഡ് R2 വേറെ ഏതൊരു റേഡിയസ് വാല്യൂ വരുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിൻ്റെ ഇക്വേഷനും കണ്ടുപിടിക്കും. ഓക്കെ, ആദ്യം ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? R square dt by dr is equal to ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C1. ഇതിൽ നിന്ന് dt by dr is equal to എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? C1 by R square. നമുക്ക് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫോറിയർ ലോ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്ത് വേണം? dt by drൻ്റെ വാല്യൂ വേണം. ഓക്കെ, dt by dr എന്ന് പറയുന്നത് C1 by R square ആണ്. C1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ നമുക്ക് dt by drൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് dt എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? dt is equal to C1 by R square into dr. ഇതിനെ ഈ ഇക്വേഷനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ dt എന്ന് പറയുന്നത് t ആണ്. t is equal to 1 by R സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ -1 by R ആണ്. അതേപോലെ അഗെയിൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരും, അതാണ് C2 എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് ആണ്. ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ബൗണ്ടറി കണ്ടീഷൻസ് വേണം. പ്ലെയിൻ വാളിൻ്റെയും അതേപോലെ സിലിണ്ടറിൻ്റെ ഒക്കെ കേസിൽ ചെയ്ത സെയിം സ്റ്റെപ്പാണ് സ്ഫിയറിനും വരുന്നത്. ഇവിടെ വരുന്ന ബൗണ്ടറി കണ്ടീഷൻ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റേഡിയസിൻ്റെ വാല്യൂ R1 വരുന്ന സമയത്ത് വെൻ R ഈസ് ഈക്വൽ ടു R1 ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് T1 ആണ്. അതേപോലെ സെക്കൻഡ് വെൻ R ഈസ് ഈക്വൽ ടു R2 ഈ ഒരു സർഫസിലോട്ട് വരുന്ന സമയത്ത് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് T2 ആണ്. ഇത് രണ്ടുമാണ് ബൗണ്ടറി കണ്ടീഷൻസ്. ഇനി എന്ത് ചെയ്യുന്നത്? ഈ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 3ൽ കൊടുക്കുന്നു. ആദ്യം ആറിൻ്റെ വാല്യൂ R1 വരുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ത് വരും? T1. അതായത് T1 ഈസ് ഈക്വൽ ടു -C1 by R1 പ്ലസ് C2. അതേപോലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ടും ടെമ്പറേച്ചർ T2 ആവും, റേഡിയസിൻ്റെ വാല്യൂ R2 ആവും. ഇനി ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 5 ചെയ്താൽ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ T1 മൈനസ് T2 ആണ്, ഇവിടെ C1 കോമൺ ആയിട്ട് എടുത്താൽ ഇതിവിടെയാണ് മൈനസ് വരിക, ഇവിടെ രണ്ട് മൈനസും കൂടെ പ്ലസ് ആവും, അതായത് 1 by R2 മൈനസ് 1 by R1. C2 ക്യാൻസൽ ആയി പോകും. ഇതിൽ നമുക്ക് C1 എന്താ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറ്റും? T1 മൈനസ് T2 ഡിവൈഡ് ബൈ 1 by R2 മൈനസ് 1 by R1. ഇനി C2ൻ്റെ വാല്യൂ ആണ്
കണ്ടുപിടിക്കേണ്ടത്. C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 4 എന്ന് നമുക്ക് എന്ത് കിട്ടും? T1 = -C1/R1 + C2 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് C2 എന്ത് എഴുതാം? T1 + C1/R1. അതായത് C2 = T1 + C1ൻ്റെ വാല്യൂ നമുക്കറിയാം. അതായത് 1/R1 × C1 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച വാല്യൂ. C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 3 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി? ആ ഹോളോ സ്ഫിയറിലൂടെയുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണിത്. ഈ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഏതൊരു റേഡിയൽ ലൊക്കേഷനിലുള്ളത് ഇൻ ബിറ്റ്വീൻ R1 ആൻഡ് R2 ഏതൊരു റേഡിയൽ ലൊക്കേഷനിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊക്കെ R വാല്യൂ ഇവിടെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. സ്ഫിയറിലൂടെയുള്ള റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്താണ്, അതേപോലെ അതിൻ്റെ തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇത് രണ്ടുമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രം ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ Q = -KA dT/dr. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് റേഡിയൽ ഡയറക്ഷനിൽ dT/dr. ഓക്കെ, ഇതിൽ dT/dr = C1/r². ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ C1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്ത് കിട്ടി? dT/drൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, dT/drൻ്റെ വാല്യൂ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയുണ്ട്. Q = -KA dT/dr. ഇതാണ് 1/r² T1 - T2 / 1/r2 - 1/r1. ഇക്വേഷൻ നമ്പർ B എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിപ്പം സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഒന്നിക്കൽ ഇന്നർ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ആറിൻ്റെ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഔട്ടർ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എവിടെയായാലും സെയിം ആൻസറാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ആവുന്ന സമയത്ത് സെയിം ഹീറ്റാണ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഞാനിപ്പം ഇന്നർ സർഫസ് എടുക്കുന്നത്. ഇന്നർ സർഫസിലോട്ട് വരുന്ന സമയത്ത് റേഡിയസിൻ്റെ വാല്യൂ എന്താണ്? R1 ആണ്. ഓക്കെ, ഇത് സ്ഫിയറാണ്. സ്ഫിയറിൻ്റെ ഇന്നർ സർഫസിലെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഇന്നർ സർഫസ് ഏരിയ. ജസ്റ്റ് ഒന്ന് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ഫിയറിൻ്റെ ഇന്നർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 4πr² ആണ് സ്ഫിയറിൻ്റെ ഇന്നർ സർഫസ് ഏരിയ. സർഫസ് ഏരിയ സ്ഫിയറിൻ്റെത്. ഇന്നർ R1 വരുന്ന സമയത്ത് 4π × R1² വരും. ഓക്കെ, ഏരിയയുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × R1² ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ സ്ഥാനത്ത് 4π × R1²ഉം അതേപോലെ ആറിൻ്റെ സ്ഥാനത്ത് R1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ രണ്ട് R1² ക്യാൻസലായി പോവും. ബാക്കിയുള്ളത് Q = -4πk × T1 - T2 / 1/r2 - 1/r1. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നത് എന്ത് കിട്ടും? R1 - R2/R1 R2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ R1 R2 ഇതിനെന്ത് ചെയ്യുക? മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മൈനസിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്ത് ഇക്വേഷൻ കിട്ടും? Q = 4πk R1 R2 × T1 - T2 / R2 - R1. അതായത് Q = 4πk R1 R2 × ∆T. അതായത് T1 - T2 / R2 - R1. ഇതാണ് സ്ഫിയറിലൂടെയുള്ള റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മളെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഹീറ്റ് ട്രാൻസ്ഫർ = ടെമ്പറേച്ചർ ഡിഫറൻസ് / തെർമൽ റെസിസ്റ്റൻസ് ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതുകയാണ്. ഒരു ഫോർമാറ്റിലോട്ട് മാറ്റിയത് നമുക്ക് എന്താ? സ്ഫിയറിൻ്റെ തെർമൽ റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഇക്വേഷനിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് മുകളിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിന് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു ടേമിനെ ഇതിൻ്റെ ഡിവൈഡ് ഫോർമാറ്റിൽ എഴുതിയാൽ മതി. R2 - R1 / 4πk × R1 R2. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും സെയിം വാല്യൂ ആണ്. ഓക്കെ, അന്നേരം Q = എന്ത് കിട്ടി? T1 - T2 / RTH. അതായത് സ്ഫിയറിലൂടെയുള്ള ഹീറ്റ് കണ്ടക്ഷൻ നടക്കുന്ന സമയത്ത് തെർമൽ റെസിസ്റ്റൻസ് അത് ഓഫർ ചെയ്യുന്ന തെർമൽ റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? RTH = R2 - R1 / 4πk × R1 R2. അതായത് ഇവിടെ ഇപ്പം റേഡിയസിൻ്റെ വാല്യൂ ഇവിടെ R2 R1 ആണ്. ചിലപ്പം R3 R2 ഒക്കെ ആണെങ്കിൽ ഇത് ഹയർ റേഡിയസ് മൈനസ് ലോവർ റേഡിയസ്. ബാക്കി റേഡിയസിൻ്റെ പ്രൊഡക്റ്റിവിന് 4πക്കാണ് അധികം വരുന്നത്. ഈ ഏരിയന്നൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു KTUവിൻ്റെ. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ തെർമൽ റെസിസ്റ്റൻസ് അക്രോസ് എ ഹോളോ സ്ഫിയർ.
ഡിസംബർ 2019 ക്വസ്റ്റൻ ആയിരുന്നു. ഇതാണ് ഈ ഒരു ഇക്വേഷനാണ് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടത്. അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കോൺസെൻട്രിക് സ്ഫിയേഴ്സ്. ഇവിടെ ഒരു സിംഗിൾ സ്ഫിയർ, ഇവിടെ കണ്ടക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി കോൺസെൻട്രിക് സ്ഫിയേഴ്സ്, അതേപോലെ കൺവെക്ഷൻ, രണ്ട് എൻഡിൽ കൺവെക്ഷനും വരുന്ന ഒരു കേസാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 2 layers ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റീസ് K1 ആൻഡ് K2. എ ഹോട്ട് ഫ്ലൂയിഡ് അറ്റ് ടെമ്പറേച്ചർ TA ഈസ് കെപ്റ്റ് ഇൻസൈഡ് ആൻഡ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ കൺവെക്ഷൻ വിത്ത് എ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് HA ടു ദി വാൾ. 2 ലെയേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K1 ആണ്, ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് K2 ആണ്. അതേപോലെ ഇതിൻ്റെ അകത്ത്, ആ സ്ഫിയറിൻ്റെ അകത്തുണ്ട് ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TA ആണ്. അതേപോലെ അവിടെയുള്ള കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് HA ആണ്. അതേപോലെ സറൗണ്ടിങ്, ഓൺ ദി ഔട്ടർ സർഫസ് the heat is being transferred to a cold fluid at a temperature TB with a heat transfer coefficient HB. സറൗണ്ടിങ്ങിൽ എന്തുണ്ട്? കോൾഡ് ഫ്ലൂയിഡ് ഉണ്ട്, അവിടെ ടെമ്പറേച്ചർ TB ആണ്. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് HB ആണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. RA ആൻഡ് RB എന്ന് പറയുന്നത് കൺവെക്ഷൻ റെസിസ്റ്റൻസ് ആണ്, സ്ഫിയറിൻ്റെ അകത്തും പുറത്തുള്ള കൺവെക്ഷൻ റെസിസ്റ്റൻസ് ആണ്. R1 ആൻഡ് R2 R1 എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടക്ഷൻ റെസിസ്റ്റൻസ്, R2 എന്ന് പറയുന്നത് ഇവിടെയുള്ള കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q ഫ്രം ദി ഹോട്ട് കോൾഡ് ഫ്ലൂയിഡ് മേ ബി റിട്ടൺ ആസ്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ഇവിടുന്ന് ഈ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് ഇതിലോട്ട് കൺവെക്റ്റ് ചെയ്യുന്ന ഹീറ്റ്, ആ സെയിം ഹീറ്റ് തന്നെ ഇവിടെ കണ്ടക്ട് ചെയ്യും, ഇവിടെയും കണ്ടക്ട് ചെയ്യും. ആദ്യം കൺവെക്റ്റ് ചെയ്തിട്ട് കോൾഡ് ഫ്ലൂയിഡിലോട്ട് പോകും. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഓക്കെ, അന്നേരം ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ നമുക്ക് ഇൻഡിവിജ്വൽ സ്ലാബ്സിൻ്റെ കേസിൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? Q is equal to, ആദ്യം കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ എന്ന് വെച്ചാൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ്, അകത്തെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് HA ഇൻറ്റു അതിൻ്റെ ഏരിയ ഓഫ് കൺവെക്ഷൻ എന്ന് പറയുന്നത് 4πr1² ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് TA മൈനസ് T1. ഫ്ലൂയിഡിൻ്റെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ TA ആണ്, ഈ സർഫസിൻ്റെത് T1 ആണ്. അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് സ്ഫിയർ ആണ്, കണ്ടക്ഷൻ ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ 4πK1 R1 R2 ഇൻറ്റു T1 മൈനസ് T2 ബൈ R2 മൈനസ് R1. അതേപോലെ അടുത്ത ലെയറിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K2 ആണ്. റേഡിയസ് വരുന്നത് സെക്കൻഡ് ലെയറിൻ്റെ ഇന്നർ റേഡിയസ് R2 ആണ്, ഔട്ടർ റേഡിയസ് R3 ആണ്. 4πK2 R2 R3 ഇൻറ്റു T2 മൈനസ് T3. ടെമ്പറേച്ചർ ഡിഫറൻസ് T2 മൈനസ് T3 ഡിവൈഡ് ബൈ റേഡിയസിൻ്റെ വാല്യൂ R3 മൈനസ് R2. അതേപോലെ അടുത്തത് കൺവെക്ഷൻ ആണ്. എഗെയിൻ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് HB ഇൻറ്റു 4πr3² ഇൻറ്റു T3 മൈനസ് TB. അല്ലെങ്കിൽ ഇതിനെല്ലാം നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഓരോ റെസിസ്റ്റൻസ് ഈ ഇക്വേഷനിലും കമ്പയർ ചെയ്താൽ റെസിസ്റ്റൻസ് കിട്ടും. RA എന്ന് പറയുന്നത് 1/h ഇൻറ്റു A ആണ്. A എന്ന് വെച്ചാൽ 4π ഇൻറ്റു R1². അതേപോലെ ഇവിടെ R2 എന്തായിരിക്കും, R1 റെസിസ്റ്റൻസ് എന്തായിരിക്കും, R2 മൈനസ് R1 ഡിവൈഡ് ബൈ 4πK ഇൻറ്റു R1 R2. അതേപോലെ R2 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് R2 എന്ന് പറയുന്നത് R2 R3. അതേപോലെ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് RB. ഇതിപ്പം ഇൻഡിവിജ്വൽ സ്ലാബ്സിനാണ് എഴുതിയിട്ടുള്ളത്. ഇതിന് നമുക്ക് ഒരു ഫോർമാറ്റിൽ കൂടെ എഴുതാൻ വേണ്ടി പറ്റും. ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ്. ഇവിടെ വരുന്ന ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് TA മൈനസ് TB ആണ്. ഇവിടെ വരുന്ന ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് മീൻസ് RA പ്ലസ് R1 പ്ലസ് R2 പ്ലസ് RB. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നിക്കൽ ഇൻഡിവിജ്വൽ സ്ലാബ്സിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടോട്ടൽ ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ്, ക്വസ്റ്റനിലെ ഇൻപുട്ട് അനുസരിച്ചിട്ടായിരിക്കും ഇക്വേഷൻ സെലക്ട് ചെയ്യേണ്ടത്.